ഇതിന്റെ അറ്റത്ത് വിഷം പുരട്ടിയിട്ടൊക്കെ ചെയ്യൂലേ? വഴി കൂടെ ആന കയറി വന്നിട്ട് ഇപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ യാത്രയുടെ 16ാമത്തെ ദിവസമായി ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് വയനാട്ടിലാണ്. കറക്റ്റ് നമ്മൾ ഇന്ന് താമരശ്ശേരി ചുരം കയറി വന്നപ്പോഴത്തേക്കും സന്ധ്യയായിരുന്നു. അതുകൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ ഒരു കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് കറക്റ്റ് നമ്മുടെ കരിന്തണ്ടൻ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ്. അതാണ് ആ ചങ്ങല മരം, അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കണത്. ചുരം കയറി മേളിലെത്തിയപ്പോഴത്തേക്കും രാത്രി ആയപ്പോഴത്തേക്കും ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു ഐസ് വെള്ളത്തിൽ കുളിച്ച് നമ്മൾ ഇന്ന് ചെറുതായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കരിന്തണ്ടൻ്റെ ചങ്ങലമരം. നമ്മുടെ വയനാട്ടിലെ ആദിവാസി പണിയർ വിഭാഗത്തിൽപ്പെട്ട ഒരു കാട്ടുമൂപ്പനായിരുന്നു ഈ കരിന്തണ്ടൻ. കോഴിക്കോടിനെയും വയനാടിനെയും കണക്ട് ചെയ്യുന്ന താമരശ്ശേരി ചുരത്തിന്റെ പിതാവായിട്ടാണ് കരിന്തണ്ടൻ ആദിവാസികൾ കാണുന്നത്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ഒരു ചുരം ഉണ്ടാക്കിയിട്ട് അതുവഴി മൈസൂരിലേക്ക് കടക്കാൻ വേണ്ടി നമ്മുടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കാലം പറഞ്ഞത്. പക്ഷേ ഈ എഞ്ചിനീയർമാർ എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവസാനം അവർ കരിന്തണ്ടന്റെ സഹായം തേടി. കരിന്തണ്ടനാണ് ഈ കാട്ടിലുള്ള എല്ലാ വഴികളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഈ ചുരത്തിന്റെ എല്ലാം പണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും പ്രബലമായ സാമ്രാജ്യത്തിന് ഒരു കേവലനായ ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നല്ലോ എന്ന ഈഗോ അടിച്ചിട്ട് ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം. പക്ഷെ അത് മാത്രമല്ല, കരിന്തണ്ടൻ ഈ ഒരു പാത മറ്റാർക്കെങ്കിലും കാണിച്ചു കൊടുക്കുമോ എന്നുള്ള ഭയവും അവർക്കുണ്ടായിരുന്നു. ചതിയാൽ കൊല്ലപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ഈ ചുരം മൊത്തം അലഞ്ഞു തിരിയുകയും അതുവഴി പോകുന്ന കാളവണ്ടിയും മറ്റു വണ്ടികളും അപകടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിനാൽ പ്രശ്നം വെച്ച് അവസാനം കരിന്തണ്ടനെ ഇരുമ്പ് ചങ്ങലയിൽ തളയ്ക്കുകയായിരുന്നു. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വാസം. ഇവിടേക്ക് ഈ ഏരിയയിലൊക്കെ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ആ വണ്ടിയിലുള്ള ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഇവിടെ കടുവയും അവിടെ ആന ഒരു മതിലൊക്കെ പൊളിച്ച് ആന ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പൊളിച്ചിട്ട് ആന ഇതിൽ ഇറങ്ങാൻ നോക്കിയതാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ കുറ്റിക്കാട് പോലെ ഉണ്ട്. ഇവിടുന്ന് കടുവയും പുലി ആനയൊക്കെ ഈ റോഡിലേക്ക് ഇറങ്ങാറുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ അവിടെ നമ്മുടെ ബാംഗ്ലൂർ, മൈസൂർ, ഗുണ്ടൽപേട്ട്, കൽപ്പറ്റ, മാനന്തവാടിക്കൊക്കെ പോകാനുള്ള കിലോമീറ്ററിന്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുരങ്ങന്മാരൊക്കെ കുറേ ഉണ്ട്. കുരങ്ങന്മാർ കുറേ ഉണ്ട്. ഇത് ആ റൂഫിന്റെ മേളിൽ കണ്ടോ, കുറേ അതിലൂടെ ഓടിച്ചാടി നടക്കണ്ടേ. ഈ കാണുന്നതാണ് ലക്കിടി സ്കൂള്. നമ്മുടെ പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച ധീര ജവാൻ വസന്തകുമാറിന്റെ സ്മൃതി മണ്ഡപമാണ് ഇത് അവിടെ കാണുന്നത്. ഗേറ്റ് ക്ലോസ് ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിൽ കാണാൻ പറ്റും. നല്ല വെയിൽ കാരണം കണ്ണ് തുറക്കാൻ മേല. എന്നാൽ പിന്നെ ഒരു സൺഗ്ലാസ് മേടിച്ചേക്കാന്ന് ഓർത്ത് വന്ന വഴിക്ക് കണ്ടപ്പോൾ ഒരു സൺഗ്ലാസ് അങ്ങ് മേടിച്ചേ. രാവിലെ ജസ്റ്റ് ഒരു ചായ മാത്രമേ കുടിച്ചുള്ളേ, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ നടന്ന് വരാൻ തുടങ്ങിയിട്ട് ഇത്രയും ദൂരമായി. കട കുറേ ഉണ്ട്, പക്ഷെ എല്ലാത്തിൻ്റെ അവസ്ഥയിൽ ഇതുപോലെയാണ്. ഇന്നെന്തോ അവധിയാണ്, ഫുള്ളടച്ചിട്ടേക്കുമാണ്. അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യത്തിൽ തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പോണത് എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ഗ്രാമമാണ്. അപ്പോൾ നമുക്ക് ഈ മതിലുണ്ടോ, അതിലെ നേരൊരു വഴി ഉണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ചുറ്റിക്കറങ്ങാണ്ടെത്താറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിലെ ചുറ്റിക്കറങ്ങി, അവിടെ ഫുള്ള് കാടാണ്, അതുകൊണ്ട് ഫുള്ള് ഞാൻ ചുറ്റിക്കറങ്ങി അപ്പുറത്തോടെ കയറി വന്നാൽ അങ്ങോട്ട് പോകാൻ. അവിടെ ഒരു കട കാണുന്നുണ്ട്, സേമയെ തുറന്നിട്ടുണ്ടാവണേ. വെറുതെ പോയി അവിടെ നടത്തിട്ടൊക്കെ തുറന്നു, എന്തെങ്കിലും കഴിക്കാലോ എന്നൊക്കെ ഓർത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു ബായി എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ബായി പറഞ്ഞു 11 മണി കഴിഞ്ഞാൽ തുറക്കോളുന്ന്. ഇപ്പം സമയം എങ്ങാണ്ട് 8 മണി 8:30 എങ്ങാണ്ടായി. അപ്പോൾ ഇനി 11 മണി വരെ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ സമയം പോകും. ഹായ്, എന്നാണ്ട് വിശേഷം? സുഖാണോ? വീട് എവിടെയാ? അങ്ങ് പോണോ? ഹായ് പറഞ്ഞ. ഹായ്, പേരെന്നാ? അമ്മുക്കുട്ടി. എവിടെയാ വീട്? ബൈ പറ. ബൈ. ഓക്കെ. പുള്ളിക്കാരി പാവാണേ, ഇവിടെയുള്ള ആളാണ്. തൊഴിലുറപ്പിന് പോകണമെന്നോട് പറഞ്ഞു. എന്തോ നടുവിന് വേദനയാണോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചായ കുടിക്കാൻ കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. കാരണം ഇന്നിവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ച് വന്നില്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് വീണ്ടും തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയൊരു ഇപ്പം മൊത്തം ഒരു 5-6 ദിവസത്തെ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. ലോങ് വീഡിയോ ആയിട്ടും റീൽസായിട്ടും ഷോർട്സ് ആയിട്ടും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇത് സമയം കിട്ടാത്തതുകൊണ്ട് ഇത് പിന്നെയും കൂടിക്കൂടി വരുവാണ്. അപ്പോൾ ഇനി ഞാൻ എവിടുന്നെങ്കിലും ഇനി കഷ്ടപ്പെട്ട് സ്പേസ് ഉണ്ടാക്കി വീഡിയോ ഉള്ള എഡിറ്റ് ചെയ്യാനുള്ളതെല്ലാം എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ച് എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മാത്രമേ നമുക്കിനി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ നമ്മുടെ അമ്മച്ചി വീണ്ടും നടന്നു തന്നെയുണ്ട്. അതിൽ
ഇവിടെ വീട്ടിലേക്ക് തൊഴിലുറപ്പിന് പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തിരിച്ചിനി. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ആക്ടിവിറ്റി ഗ്ലാസ് ബ്രിഡ്ജാണിത് ആ കാണുന്നത്. നമുക്കിത് ഇതിലൂടെ വഴിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്തോടെ നമുക്ക് പോകാൻ പറ്റും. ഇതിലൂടെ വഴിയുണ്ട്. ഇത് കയറിയിട്ട് പോകാൻ ഇതിലേക്ക്. വയനാട് അൾട്രാ പാർക്കിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം നടന്ന് നമുക്ക് ഇനി എന്നൂർ വില്ലേജിലേക്ക് ഇവിടുന്ന് ഒരു 2.3 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ കേട്ടോ. നമുക്ക് അതിലേ പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്നു. എനിക്ക് വേണം അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്, അതാണോന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങി വേണം പോകാനായിട്ട്. ഇത് അവിടെ എന്നൂരിൻ്റെ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആ റൂട്ടായിരിക്കും. നമ്മൾ കണ്ട ആ വഴിയല്ല ഗൈസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ വഴിയിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. നമുക്ക് ട്രൈബൽ വില്ലേജിലേക്ക് കയറാൻ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് പോവാം. സൈഡിൽ ഇറങ്ങാം. ഓക്കെ. ഇവിടുന്ന് കുറച്ചൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ മടിയുള്ളവർക്കും അംഗപരിമിതർക്കുമായിട്ട് ഇവിടെ ജീപ്പിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഡൽട്ടിന് 15, ചിൽഡ്രന് 20 ആട്ടോ ടിക്കറ്റ് പ്രൈസ് തന്നെ. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി വന്ന് നമുക്കിത് ഈ റൂട്ട് പിടിച്ചാണ് പോകേണ്ടത്. അവിടെ സൈൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പോകാനായിട്ട്. ഇവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂളുണ്ട്. അവിടുത്തെ പിള്ളേരാന്ന് തോന്നുന്നു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കണേ. നമ്മുടെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിൽ വന്ന സ്ഥലങ്ങളാട്ടോ ഇതെല്ലാം. പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ നവോദയയുടെ ഒരു സ്കൂളും കാണാവേ. നല്ല ഒടുക്കത്തെ വെയിലും മുടിഞ്ഞ കയറ്റമാണ്. ഇത് മൊത്തം കയറി തീർത്തിട്ട് വേണം ബാക്കിയും കൂടെ കയറി തീർത്ത് നമുക്ക് മേളിലെത്താനായിട്ട്. പിന്നെ രാവിലെ ആയതുകൊണ്ട് അങ്ങനെ വലിയ മടുപ്പും കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. അതേതോ കാട്ടിലേക്കുള്ള വഴി, ഇത് നമുക്ക് പോകാനുള്ള വഴി. ഇവിടെ ഭയങ്കര ശാന്താട്ടോ, അത്യാവശ്യം നല്ല പീസ് ക്ലൈമറ്റ്. ചെറിയൊരു തണുപ്പുമുണ്ട്, എന്നാൽ ചെറിയൊരു വെയിലും ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. പിന്നെ ഈ വഴിയൊക്കെ നേരത്തെ ആന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. ഇത് അതിലൂടെ ഒരു ജീപ്പ് വരുന്നുണ്ട്. അത് അവിടെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരുന്ന ജീപ്പാണ്. നമ്മൾ ശരിക്കും ഈ സിറ്റിയിലൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ജീവിക്കണം. അതാകുമ്പോൾ പ്രകൃതിയോട് കുറച്ചുകൂടെ അടുത്ത് ഇടപഴകി നമുക്ക് വേറൊരു ഫീലായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തോടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഇതിലല്ല പോകണ്ടേ, നമുക്കിത് ഈ റൂട്ട് കൂടിയാണ് പോകണ്ടേ. അടുത്ത വഴി എങ്ങോട്ടാ? വീട്ടിലേക്കുള്ള അല്ലേ? ഡിഗ്രി കാണിച്ചു തരാം. പുള്ളി എന്നോട് പറഞ്ഞത് ഇവിടുന്ന് നടന്ന് കറങ്ങി ഇതേ അവിടെ ചെല്ലണമെന്നാണ്. അപ്പം എന്നോട് പറയുന്നത് ഒത്തിരി കറങ്ങി കയറണമെന്ന്. ഏത് കാസർഗോഡ് നിന്ന് നടന്ന് ഇവിടം വരെ എത്തി നമ്മളോട്. ഇന്നലെ വയനാട് ചുരം താമരശ്ശേരി ചുരം നടന്ന് കയറിയത് നമ്മുടെ അടുത്ത് ഈ 2 കിലോമീറ്ററായി. നമുക്കതൊക്കെ ഒറ്റ മൈൻഡല്ലേ, ഒറ്റ മൈൻഡിനെ പിടിച്ച് നടന്നങ്ങ് കയറും. ഇതിന് മാത്രം വലിയ കാര്യമൊന്നുമില്ല. പുള്ളി എന്നോട് അവിടെ സമയത്തേക്കും ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇങ്ങനെ ഇതിലെ പോകണം, എല്ലാവരുടെയും മൊബൈൽ നമ്പർ മേടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ നടന്നിട്ടല്ലേ പോകണേ, അപ്പോൾ നടന്ന് പോകണ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയാണ് മേടിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ കുറേ ഔഷധങ്ങളൊക്കെ കാണുക. നമുക്കൊന്നും അറിയില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല ഏതൊക്കെ സാധനം എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. പക്ഷെ ഒത്തിരി കാടല്ലേ, ഒത്തിരി സാധനങ്ങൾ കാണും. ഇവിടുത്തെ മൂപ്പന്മാർക്കും പിന്നെ ഇവിടുത്തെ ആദിവാസികളായ ജനങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ കുഞ്ഞു പോലും നടന്നു പോകാത്ത വഴിയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ വെള്ളമായതുകൊണ്ടും ചെരുപ്പ് നനയ്ക്കാനുള്ള മടിയായതുകൊണ്ടും ഞാൻ ഇതിലെ പിടിച്ചങ്ങ് കയറും. നല്ല പിന്നെ ഏരിയ ഉണ്ട്. ഇത് മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളൊരു സ്ഥലമാണേ. അപ്പോൾ ഇവിടെ ഇറങ്ങരുത്, ഇറങ്ങിക്കഴിഞ്ഞാൽ വിഷപ്പാമ്പുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആരെങ്കിലും ഈ വഴി വരുമ്പോൾ റിസ്ക് എടുത്ത് ഇവിടെ ഇറങ്ങാൻ നിൽക്കണ്ട. അവസാനം വല്ല പാമ്പ് കടിയും കൊണ്ട് ചത്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ പോലും ഇവിടെ ആരും കാണില്ല. താഴെ വരെ ഒന്നുകിൽ ഉരുണ്ടിറങ്ങണം അല്ലെങ്കിൽ ഇഴഞ്ഞിറങ്ങണം. ജീപ്പുകാർ പോലും കാണത്തില്ല. അമ്മാതിരി ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഇനി എനിക്ക് എന്തായാലും കാല് നനയ്ക്കാണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കാല് നനയ്ക്കാൻ പോവാം. നല്ല തണുത്ത സെറ്റ് വെള്ളം അവിടുന്ന് ഒഴുകി വന്നോണ്ടേ നല്ല തണുപ്പുണ്ടേ, നല്ല രസമാട്ടോ. ഇതേ മരത്തിൻ്റെ ഒക്കെ മുകളിലൊരു ഏർമാടൊക്കെ കെട്ടി ഇങ്ങ് സെറ്റായിട്ടിരിക്കണം. എന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചായയൊക്കെ കുടിച്ച് അതിൻ്റെ മുകളിലിരിക്കണം. അതാകുമ്പോൾ ഈ റോട്ടിൽ കൂടെ ഒക്കെ ആൾക്കാരൊക്കെ ജീപ്പിനൊക്കെ പോണത് അങ്ങും മുകളിലിരുന്ന് കാണുകയും ചെയ്യാം. ഏതാ വൈബ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൊടുമുടികളൊക്കെ കാണാതെ. ഇതിനകത്ത് ക്ലിയർ അല്ല, പക്ഷെ എനിക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കാണാം. നല്ല കോടയൊക്കെ ആയിട്ട്. നമുക്കിതിലാണ് ശരിക്കും കയറിപ്പോണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയിട്ട് വേറെ 2 വഴിയുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഇതിലേ കയറി കഴിഞ്ഞാൽ എവിടെ എത്തുമെന്ന് അറിയാലോ. 2 വഴിയുണ്ട്. ഇതിലെ പോവും, ഇതിലെ പോലെ കുറച്ച് ദുർഘടം പിടിച്ച പാതയാണ്.
പിന്നെ നമുക്ക് കയറിപ്പോവാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ പിന്നെ തിരിച്ചിറങ്ങേണ്ടി വരും കേട്ടോ. ഏതോ കാട്ടിലേക്കുള്ള വഴിയാണേ. ദൈവമേ, പാമ്പൊന്നും കടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ നല്ല കിടിലൻ വ്യൂ ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തോടെ തന്നെയല്ലേ? ശരത്തോ? ഞാൻ ശരത്താണല്ലോ, മൊത്തം ശരത്താണല്ലോ. ചേച്ചി അപ്പോഴേ നമ്മൾ അതിൽ കറങ്ങിപ്പോണോ? ആ ഓക്കെ ശരി, നേരെ കറങ്ങി വരാം. നമ്മൾ വന്ന എന്തായാലും വെറുതെ ഇല്ല, വേസ്റ്റ് ആയിപ്പോയി അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇനി വരുമ്പോൾ ഈ വഴി വരാൻ പാടില്ല, കാരണം ഇവിടെ വഴിയില്ല, ഇത് വേറെ ഏതോ രാജ്യത്തേക്കുള്ള വഴിയാണ്. വഴി തെറ്റാതെ നേരെ റോഡിലെത്തി ഒന്നുകൂടെ ഇതിലേക്ക് ഇറങ്ങി മേളിലേക്ക് പോവാണ്. എന്താ വൈബ്. നമ്മളെ ഈ മലയൊക്കെ കയറി ഇവരുടെ ഗോത്ര വിഭാഗത്തിലെ ആൾക്കാരുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ തിന്നിട്ട് ഇതിൻ്റെ കടലാസ് അവിടെ ഇവിടേക്ക് എറിയാൻ തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യരുത്, നമ്മളത് പോക്കറ്റ് ഇടണം. ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ അവിടെ ഇടണം. കാരണം ഇന്ന് ഒരാളിട്ടു, നാളെ രണ്ടാളിട്ടു, 10 കെട്ട് 100 കെട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സ്ഥലത്തു നിന്ന് അവരുടെ സ്ഥലം നശിപ്പിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യില്ല. ലിപ് സർവീസ് ഉണ്ട് താഴത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ അവസാനം നമ്മൾ ഫുള്ള് നടന്ന് കയറി ഇതേ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് അവരുടെ ഗ്രാമം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കയറി വന്ന സ്ഥലത്ത് ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും തീരും. എന്താ സംഭവം നടത്തില്ല, കുറേ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ അവിടെ നമുക്ക് എൻട്രി വേ ആർട്ട് ഏരിയ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കവിടെ നല്ല അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഫ്റ്റിൽ എന്തോ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് നോക്കണമായിരിക്കും. ആംഗിൾ കിട്ടി, ഇതാണ് ആംഗിള്. നല്ല രീതിയിൽ വെട്ടുകല്ലുകൊണ്ട് നല്ല രീതിയിൽ പണിതൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനുമായിട്ട് സെപ്പറേറ്റ് വഴിയുണ്ട്. സത്യം പറയാം, ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോയി നമ്മളിങ്ങനെ ഒരു ഫ്രീ ആയൊരു മനുഷ്യനായി മാറുവാണ്. കണ്ടോ, ഞാൻ ഫുള്ള് നടന്ന് കയറി വന്ന വഴിയാണ് ഇത്. അങ്ങ് താഴെ വരെ ഉണ്ടത്. അവിടെ നിന്ന് നമ്മൾ നടന്ന് കയറിയാണ് ഇത് ഈ ടോപ്പിലെത്തിയത്. ഇവിടെ നിന്നും കുറച്ചും കൂടെ ഉള്ളൂ അങ്ങോട്ടേക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹില്ലിൻ്റെ ടോപ്പിലെത്തി. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. എത്രയാണെന്ന് എനിക്കറിയത്തില്ല, എത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. നോർത്ത് ഇന്ത്യൻസ് കുറച്ച് പേര് വന്ന് മാക്സിമം ഡാൻസൊക്കെ കളിച്ച് റീലൊക്കെ എടുത്ത് എൻജോയ് ചെയ്യണ്ടേ. ഇത് ഇവിടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. നമ്മുടെ ഈ ട്രൈബൽ ആൾക്കാരുടെ കൾച്ചറും രീതികളും ഒക്കെ ഒരു പെയിൻറ്റിംഗ് ആയിട്ട് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കയറി വരുമ്പോൾ ദേ ഇവിടെ ഒരു ബോർഡ് കൂടെ ഉണ്ട്. എന്താ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, ഇന്റർപ്രിട്ടേഷൻ സെന്റർ, എക്സിബിഷൻ ഹാൾ, വെയർഹൗസ്, ട്രൈബൽ മാർക്കറ്റ്, ഓപ്പൺ തിയേറ്റർ, ട്രൈബൽ എംപോറിയം, ട്രൈബൽ കഫറ്റീരിയ, ചിൽഡ്രൻസ് പാർക്ക്, കോമ്പറ്റീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസ്, അങ്ങനെ എന്താണ്ടൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട്. മേളിലാണത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് നേരെ മേളിലേക്ക് പോവുകയാണ്. സെറ്റ് സ്പോട്ടാട്ടോ. ഇവർ കുറേയൊക്കെ പണിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ എന്താണ്ടൊക്കെയോ പുതിയതായിട്ട് പണിയൊക്കെ നടക്കുവാണ് ഇവിടെ. അപ്പോൾ ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും ഇവിടെ, ഉറപ്പാണ്. ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി ഇത് സിറ്റി ആക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇക്കോല് കൊണ്ട് മേഞ്ഞ ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്. പിന്നെ അവിടെ എന്തോ ഹട്ടിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. കുറച്ച് കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ദേ അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ വരുവാണെങ്കിൽ ഇതിനകത്തിട്ട് കുറച്ച് നേരം ആട്ടാ വരെ. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും വേണമെങ്കിൽ ആടാം. എന്നത് ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. കുറച്ച് ഞാൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് 2 ഫോട്ടോയും റീലൊക്കെ എടുക്കാൻ പോവാണ്. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുമ്പോഴും എൻ്റെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ കൊടുത്തേക്കുന്ന ആൾ അതുമായിട്ട് ഓടിക്കളയുമോ എന്നായിരുന്നു. അയാൾ ഓടുവാണെങ്കിൽ തന്നെ എത്ര സ്പീഡിൽ ഓടി അയാളെ പിടിക്കാം എന്നായിരുന്നു അടുത്ത ചിന്ത. നടന്ന് കയറിയതേ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ കുറേ ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാം. ഇതൊക്കെ എന്തോ കളിമണ്ണോണ്ട് ഉണ്ടാക്കി വെച്ച എന്തോ സാധനം തോന്നുന്നത്. കൃഷ്ണ വിഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ കുറേ ചട്ടിയും സാധനങ്ങളും ഇവിടെയുണ്ട്. കുറേ സാധനങ്ങൾ ഹാൻഡിക്രാഫ്റ്റ് ആണേ ഫുള്ള്. ഇത് പിന്നെ എന്തോ തൈലങ്ങളും കാര്യങ്ങളും തോന്നുന്നു. ഫുള്ള് തൈലും അതും ഇതൊക്കെ തേൻ ഐറ്റംസ് ആയിരിക്കണം ഫുള്ള്. ഇവിടെ കസ്തൂരി മഞ്ഞൾ, തേൻ നെല്ലിക്ക, രക്തചന്ദ്രത്തിൻ്റെ പൊടി, ഗ്രീൻ ടീ തുടങ്ങിയ സാധനങ്ങൾ എല്ലാം ഉണ്ടേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചോ. ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതെന്തോ ഒരു ബോഡി മസാജറാണെന്നാണ് പുള്ളി പറഞ്ഞത്. കിടിലൻ സാധനം.
ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ മസാജറാണ്. ഇതൊക്കെ മസാജറാണ്. കിട്ടുന്ന സാധനം നമ്മുടെ മസാല ഒക്കെ ഇട്ട് വെക്കണ ഒരു ബോക്സാണ്. കിട്ടുന്ന സാധനം എല്ലാം വുഡ് കൊണ്ടുള്ളതാണ്. എടുക്കുന്ന ഹണി സ്റ്റിക്കാണ് ഈ സാധനം. ഇത് എങ്ങനെ എടുക്കണം ഇപ്പൊ ഹണി? എടുത്തിട്ട് ഓ അങ്ങനെ ഇങ്ങനെ കറക്കിയിട്ട് എടുക്കും അല്ലേ? ആ ഓക്കെ എല്ലാ സാധനം പണ്ട് ബോക്സിലൂടെ ഉണ്ടായിരുന്നു. വയനാടൻ പുള്ളിയുടെ മിഠായിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചമാങ്ങ മിഠായി, വയനാടൻ പുളി മിഠായി, പിന്നെ പുളിയച്ചാറ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന വഴിക്ക് ഇങ്ങനെ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട്. അപ്പോൾ വരത അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഷോപ്പിൻ്റെ പേരാണ്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഞാൻ ഓർത്ത് വേറെ എന്തോ സാധനമായിരിക്കും. എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഉണ്ട്. ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഉപ്പിലിട്ടത് പൈനാപ്പിൾ, നെല്ലിക്ക, പപ്പായ, വെള്ളരിക്ക, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ട്രൈബൽ മെഡിസിൻസ് ആണ്. ആദിവാസികളുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഫുള്ള്. ഈ കാണുന്നത് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കുടിലുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇവിടെ ആദിവാസി സ്ത്രീകളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ആണ് ഇപ്പോൾ അവിടെ കണ്ടത് നമ്മൾ. ഇത് ഏലമ്പാല. ഏലമ്പാല. ഇത് വെച്ച് എന്താ ഉണ്ടാക്കണേ? ഇത് കുഴലുണ്ടാക്കണം. കുഴല് അത് അല്ലേ? ഓക്കെ. ഇത് കലപ്പ അല്ലേ? തുടി. അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ചെണ്ട അങ്ങനത്തെ ഓരോ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ആളെ കേട്ടോ. അവിടെ അതിനകത്ത് ഇരുന്ന് തന്നെയാണ് പുള്ളി ഇതെല്ലാം ചെയ്യണത്. നമ്മൾ ഹട്ടും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അതിലേ പോയി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇതിലെ ഇങ്ങനെ കറങ്ങി അതിലേ കയറി അതിലേ കയറി അങ്ങ് പോകണം നമുക്ക്. പക്ഷെ സത്യം പറഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. ഇവിടെ നമ്മൾ ഇപ്പുറത്തെ വഴി ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കിവിടെ അമ്പ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് തനത് അമ്പെയ്ത് കേന്ദ്രം, ആർച്ചറി 30 രൂപയാണ്. ഇത് അമ്പും വെച്ചിട്ടുണ്ട് ഇവിടെ. വലിയ അവിടെ ഇരിപ്പുണ്ട്. ലക്ഷ്യസ്ഥാനം ദേ അവിടെ ഉണ്ട്. 10 കൊള്ളിച്ച് എന്താ കിട്ടണേ? ഇതോ? ഇത് കിട്ടും അല്ലേ? 9 കൊള്ളിച്ച കീ ചെയിൻ അല്ലേ? ഓക്കെ. 8 കൊള്ളിച്ചാലോ? 9, 10 മാത്രം അല്ലേ? ഓക്കെ. ഓ അങ്ങനെ അല്ലേ? ഓക്കെ ഓക്കെ. ഇതിലൊക്കെ ഉണ്ടാക്കുവോ ഇവരപ്പോ? ഇത് ഈ ഗോത്രവർഗ്ഗക്കാരാണോ? കുറിച്യര് അല്ലേ? ആ ഹാ ഹാ. അപ്പൊ ഇവര് മെയിനായിട്ട് അമ്പും വില്ലും ഉണ്ടാക്കും. പിന്നെ എന്തൊക്കെയാണേ? ഓ വേട്ടക്കൊക്കെ പോകൂലേ? നമ്മളെ ഇത് വെറും ഡ്യൂപ്ലി സാധനമാണ്. അത് നമ്മള് ചുമ്മാ കളിക്കാൻ വേണ്ടി. ഇതാണ് ഒറിജിനൽ സാധനം. വേട്ടക്കൊക്കെ പോകുമ്പോ ഇതിന്റെ അറ്റത്ത് വിഷം പുരട്ടിയിട്ടൊക്കെ ചെയ്യൂലേ? ആ ഇതെന്താ? ഇത് ഇരുമ്പോ? ഓ ഇരുമ്പ് ഇങ്ങനെ ഷാർപ്പാക്കി വെച്ചിട്ടുണ്ടാക്കൂല്ലേ? തേച്ച് മിനുക്കിയിട്ട്. കൊള്ളാം. ഇതങ്ങ് എത്ര മീറ്റർ ദൂരം വരെ പോവും? ആ ഇതിന്റെ ഈ ഞാൻ എന്ത് വെച്ചാട്ടോ ഉണ്ടാക്കിയണേ? മരത്തിന്റെ തൊലിയാ അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഇവിടെ മൊത്തം നടന്ന് കണ്ട് കവർ ചെയ്ത്
കുറേ നല്ല വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നല്ലൊരു ഇത്രയും മലയുടെ മുകളിൽ നല്ല വെയിലുണ്ടെങ്കിലും നമ്മളെ വെയിൽ അങ്ങനെ അഫക്റ്റ് ചെയ്യണില്ല കേട്ടോ. കാരണം ഞാൻ ഇത്ര നേരമായിട്ട് കുട എടുത്തിട്ടില്ല. കാരണം വെയിൽ ചെറുതായിട്ടേ ഉള്ളൂ, പിന്നെ നല്ല തണുപ്പുണ്ട്. നല്ലൊരു നമുക്ക് കുട ഇല്ലാതെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആട്ടോ. അങ്ങ് കയറി വരാൻ നേരത്ത് വീഡിയോ എടുത്തില്ല, പക്ഷെ ഞാൻ കണ്ടായിരുന്നു. ഇത് പിള്ളേർക്കും കണ്ടെന്തോ ഓടി കളിക്കാനുള്ള സാധനം, മറ്റേ ബാലരമയിലൊക്കെ പണ്ടില്ലായിരുന്നു, മറ്റേ മൂട്ടുമുയലിന് വഴി കാണിക്കാമെന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു സാധനമാണ്. ഇതിനകത്തോടെ കയറി ഇങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ചിലപ്പോൾ ഇവിടെ സ്റ്റക്കാവും, എന്നിട്ട് അതിനകത്ത് ഓടി നമുക്ക് കാണാൻ പറ്റും. ചെറിയ പിള്ളേരാണെങ്കിൽ അവർക്ക് അറിയത്തില്ലോ, പെട്ടുപോകും. എന്നിട്ട് ഇതിൽ കറങ്ങി ഇതിലിറങ്ങിയാണ്. പിന്നെ ഇവിടെ നിന്ന് കളിമണ്ണുകൊണ്ടൊക്കെ എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഊർന്നിറങ്ങി പോകാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ട് നേരെ ആ മണ്ണിൽ പോയി വീഴും, നല്ല സുഖമായിരിക്കും. എന്നിട്ട് അവിടെ കയറും കൊണ്ട് എന്തോ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ ആർമിക്കാരുടെ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ പിടിച്ച് കയറണൊക്കെ ഒരു സാധനം പോലെ. പക്ഷെ നല്ല കേട്ടോ, പിള്ളേർക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും ഇതൊക്കെ ചെറുപ്പം തൊട്ടേ ചെയ്ത് വരുവാണെങ്കിൽ. അതുപോലെ തന്നെ താഴേന്ന് പിടിച്ച് കയറി വരാനായിട്ടൊരു സാധനമുണ്ട്. ഇത് അത്യാവശ്യം നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ കൂട്ടുന്ന ഒരു സാധനമാണ്. ഈ ഗ്രിപ്പ് കാര്യം പറഞ്ഞ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് താഴേന്ന് പിടിച്ച് കയറി വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്ത് എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ ഇറങ്ങി അത്യാവശ്യം താഴെ എത്താറായിട്ടുണ്ട്. ഇതേ ആ വഴി കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്ത് കയറി വരുന്നത്. ഇതേ ആ മതിൽ വെച്ച് സെറ്റ് ചെയ്തേക്കണതിൻ്റെ അകത്തോടെയും നമ്മൾ ഇറങ്ങിപ്പോണത് ഇതേ ഈ വഴി കൂടെയാണ് താഴേക്ക്. നമ്മൾ ഈ കുറച്ച് ദൂരം നടന്നിട്ട് മടുത്തു എന്ന് പറയുകയെ. ഇതേ ആ മല കണ്ടോ, അതിൻ്റെയൊക്കെ മേളിൽ ഈ ടവറും സാധനമൊക്കെ സെറ്റ് ചെയ്തവരെ അതേ കണ്ടോ, അവരെയൊക്കെ സമ്മതിക്കണ്ട. എത്ര പേര് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടായിരിക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ ക്രോസ് ഓരോ സാധനം കിട്ടിയേക്കണേ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി. സമ്മതിക്കണം അവരെയൊക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ടൈമായി. നമ്മൾ ഈ ഒരു ഗേറ്റ് കഴിഞ്ഞിട്ട് ഇനി താഴേക്ക് കുറേ വളവും തിരിവും ഒക്കെ ഉണ്ട്. അത് മൊത്തം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഏറ്റവും താഴെ റോഡിലെത്താനായിട്ട്. ആൾക്കാർ താഴേക്ക് കൊണ്ടുവരാനായിട്ട് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ട്രിപ്പ് പോകും താഴേക്ക് മുകളിലേക്കായിട്ട്? തിരക്കുള്ള പോലെ ഇരിക്കും. അതായത് തിരക്കുണ്ടെങ്കിൽ മിനിമം മേലോട്ടൊരു 30 ട്രിപ്പും താഴോട്ടൊരു 30 ട്രിപ്പ് എടുക്കേണ്ടി വരും. ആണല്ലേ. ഇപ്പം എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ 2 വർഷം. 2 വർഷം അല്ലേ. മൊത്തം ഇവിടെ ഇപ്പം എത്ര ജീപ്പാണ് കിടക്കണേ? 12 ജീപ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഓടുന്നുണ്ട്. 12 ജീപ്പ് അല്ലേ. ഇപ്പം ഇറങ്ങി പൊക്കോണ്ടിരിക്കണ ഈ വഴിയില്ലേ, ഈ വഴി കൂടെ ആന കയറി വന്നിട്ട് അവരുടെ മറ്റേ എന്തോ മതിലിന് സാധനമൊക്കെ ചവിട്ടിപ്പൊളിച്ചിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇതിലേക്കൂടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ രാത്രി ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പിന്നെ ഇതിൻ്റെ ചുറ്റും കാടായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ സാധനങ്ങളാണ് വന്നത്. ആന വരും, കടുവ വരും, പുലി വരും, എന്ത് വേണമെങ്കിലും കയറി വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ല ഇതിന്. സുഖമായിട്ട് കടുവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കില്ലുള്ള സാധനം, നമുക്കറിയാം. എതിലേ വേണമെങ്കിലും ഇതൊക്കെ ചാടിപ്പടച്ച് കയറി വരും. പിന്നെ അതുപോലെ തന്നെ പാമ്പ്, വിഷപ്പാമ്പായാലും പെരുമ്പാമ്പായാലും എല്ലാ സാധനവും ഫുള്ള് ചുറ്റും കാടായതുകൊണ്ട് ഇതിനിടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ കാണും. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സ്ഥലമായ എന്നൂർ ഫുള്ള് കണ്ടിട്ട് ഇവിടുന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുവാണ്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് പൂക്കോട് ലേക്കിലേക്കാണ്. പക്ഷേ അതിന് മുമ്പ് ഫോണൊന്ന് ചാർജ് ചെയ്യാം, കാരണം ഫോണിൽ ചാർജില്ല. ചാർജ് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ എടുത്ത് തീർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വരാത്ത ആൾക്കാരുടെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മുള്ളണം തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് മുള്ളിക്കണം, അല്ലെങ്കിൽ മേളിൽ നിന്ന് മുള്ളിക്കണം. ഇവിടെ അങ്ങ് മുള്ള നിന്ന് കഴിഞ്ഞാൽ നല്ല പാമ്പൊക്കെ ഉള്ള ഏരിയയാണ്. പാമ്പ് ഒന്ന് കൊത്തിയിട്ടുണ്ടെങ്കിൽ തീരുമാനമാവും. വിഷപ്പാമ്പാണുള്ളത്. വേറെ എവിടെയെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വലിച്ചെടുത്തെങ്കിലും കളയാം. പക്ഷേ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനമാവും, വലിച്ചെടുത്ത് കളയാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഫുള്ള് കാടാണ്. ഇവിടെ മുള്ളനൊക്കെ ഇറങ്ങുമ്പോൾ സേഫ്റ്റി നോക്കിയിട്ട് ഇറങ്ങാം. അങ്ങനെ കംപ്ലീറ്റ് മിനറൽസ് ഉള്ള വെള്ളത്തിൽ നമ്മൾ ഒന്നുകൂടെ കാലുമുക്കാൻ പോവുക. കാലുമുക്കാണ്ട് അപ്പുറത്തോടെ പോകാൻ പറ്റത്തില്ല, വേറെ വഴിയില്ല. നല്ല തണുത്ത ഐസ് പോലെ ഇരിക്കണം വെള്ളം. രാവിലെ ഒരു 4 മണിക്ക് എണീറ്റിട്ടുണ്ടല്ലോ, ഈ വെള്ളത്തിൽ കുളിക്കണം. ഈ വെള്ളത്തിലല്ല, ഇവിടുത്തെ നല്ല വെള്ളത്തിൽ കുളിക്കണം. നല്ല വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പാറയെന്ന് ഒഴുകി തന്നെ വെള്ളമല്ല, അപ്പം നല്ല വെള്ളമായിരിക്കും. എന്തായിരിക്കും എനർജി എന്ന് അറിയുമോ രാവിലെ. ഇന്ന് രാവിലെ ഞാൻ കുളിച്ചത് തന്നെ ഐസ് വെള്ളത്തിലിറങ്ങും. വിഷപ്പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വന്ന വഴിക്ക് ഈ മരത്തേലും അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ടാണ്. കാരണം വിഷപ്പാമ്പുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണത്തിനും കാണണ്ടല്ലേ. ഒരെണ്ണത്തിനെ പോലും കണ്ടില്ല കേട്ടോ. ഇവിടെ ഒരെണ്ണം പോലും ഇല്ല. എനിക്ക് വേണേ എവിടെയെങ്കിലുമൊക്കെ പതുങ്ങിയിരിക്കേണ്ടായിരിക്കും. പച്ച കളറൊക്കെ ആയിരിക്കും, നമ്മളറിയത്തില്ല. ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോണ്ടല്ലോ, ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. ഞാൻ ആദ്യം കാണിച്ചു തന്നായിരുന്നു വീഡിയോ തുടങ്ങിയ സമയത്ത്. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇവിടെ നിന്നാലും കാണാം, നമ്മുടെ ആ എന്നൂരിൻ്റെ മേളിൽ, മലയുടെ മേളിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ദൂരെ ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ഈ വഴി മൊത്തം ഇനി പോയി അവിടെ എത്തണം, അതിലേ പോകണം. പാമ്പാന്ന് തോന്നുന്നു, എന്തോ അനങ്ങനൊരു സൗണ്ട് കേട്ടെ. ഉണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും
റോട്ട് വല്ല ഉറവ ഉണ്ടായിരിക്കും. ഉറവയല്ല കേട്ടോ, അത് മേളിലെ പൈപ്പ് പൊട്ടിയിട്ട് അവിടെ നിന്ന് വെള്ളം ചീരണേ. ഇങ്ങനെ നടന്നു വന്നപ്പോഴേ അവിടെ ഒരു മാനാന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കാണാമോന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടോ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടോ? അവൻ വിചാരിച്ച് നമ്മളവനെ കണ്ടുപിടിക്കത്തില്ലെന്ന്. നമ്മുടെ അടുത്ത് അവൻ്റെ കളി. ഈ കാണുന്ന എല്ലാം ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളാണ്. ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്, ഈ ഒരു നിരക്കെങ്ങും ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് ഇവരുടെ ചെറിയൊരു വീടുകളുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നത് പൂക്കോട് ലേക്ക് എത്താറായിട്ടുണ്ട്. ഒരു 850 മീറ്ററോടെ ഇനിയുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹണി മ്യൂസിയം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ പാലം കയറിയാണ് പോകുന്നത്.